ഓട്ടോ ചാർജ് 50 രൂപയാക്കണം. സെക്രട്ടേറിയറ്റിലേക്ക് 10-ാം തീയതി ഒരു മാർച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇത് ഇവരെ ദയനീയ അവസ്ഥയാണ്. ഞാൻ ഓട്ടോക്കാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, ഇത് ഇവരെ ദയനീയ അവസ്ഥയാണ്. എന്താ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? ഡീസലിന് ഇത്രയും റേറ്റ് കൂടി. ഇപ്പൊ ഒന്നല്ല കേട്ടോ റേറ്റ് കൂടി, ഇപ്പൊ റേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചാണ് ഇതൊക്കെ. ഒന്നും ചെയ്തിട്ടില്ല. ഈ പാവങ്ങൾക്ക് ഈ 25, 20, 30 രൂപ, ആകെ 15 റുപ്യന്, പിന്നെ 20 ആക്കി 25 റുപ്യ, 30 റുപ്യ മിനിമം ചാർജ്. ഇത് വെച്ചിട്ട് ഇവരെ കുടുംബത്തിലേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണ്ടേ? ഇവർക്കും നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരല്ലേ ഇവർക്കൊരു ജീവിതമല്ലേ? പ്രിയ ഭാരതീയരെ നോക്കൂ, വന്ന് കരയാൻ തുടങ്ങി. കരച്ചിലോ എന്താ പറയാ, നീ കരയല്ലടാ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയിട്ടുണ്ട്. എല്ലാ സാധനത്തിനും വില കമ്മിയാക്കി തരും. നിങ്ങൾ പേടിക്കേണ്ട, വരട്ടെ, പുള്ളിക്കാരൻ വരട്ടെ കേട്ടോ, ഒരു പേടിയും പേടിക്കണ്ട. നമ്മുടെ ഭാരതപുത്രന്മാരൊക്കെ ഒരുപാട് കമൻറ്റുകൾ അടിക്കുന്നുണ്ട്. പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി, ഡീസലിന് വില കൂടി, അങ്ങനെ ചാർജുകൾ കൂടുകയാണെന്നൊക്കെ കേട്ടോ. ഇതേ കരച്ചിലാണ്. എന്തിനാണ് കാര്യം? എന്തിനാ ആവശ്യമുണ്ട്? നമ്മുടെ രാജ്യം ഹൈ റേഞ്ചിൽ പോയിട്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ കരച്ചിൽ. ഇത് അവിടെ നോക്കുമ്പോൾ കുറേ നമ്മുടെ പുത്രന്മാരൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിനകത്ത് ആകെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് വേറെ പ്രശ്നം ഓടിക്കൊണ്ടിരിക്കും. ഏതോ ഒരു ക്രിമിനലാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കേസെടുത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ക്രിമിനലിന് വേണ്ടിയിട്ടാണ് ഈ ജാഥയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് ആകെ ആൾക്കാർ വീഡിയോ ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് അടിക്കുക. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ഭാവിയിലുള്ള കേന്ദ്രമന്ത്രിയോ അതല്ലെങ്കിൽ ഒരു MP ആകേണ്ട ആളുകളാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരെയൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും ചെയ്യരുത് പ്രിയ സുഹൃത്തുക്കളെ, അത് തെറ്റായ കാര്യമാണ്. ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ധീരത ചെയ്ത ആൾക്കാരാണ്. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അയാളെയൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ഒരു ക്രിമിനലാണ്, 19 കേസുണ്ട്, പിടികിട്ട പുള്ളിയാണെന്നൊന്നും പറയരുത്. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെയൊക്കെ പറയുക. അപ്പോൾ ഭാരതപുത്രന്മാർക്ക് ഒരുപാട് സന്തോഷം വരും. പിന്നെ ഈ ചങ്ങായിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. പൂര കരച്ചിലാണ്, ജീവിക്കാൻ വഴിയില്ല. ഓട്ടോ ഡ്രൈവർമാർക്ക് വരെ കുട്ടികളെ നോക്കാൻ, ഭക്ഷണത്തിന് വാങ്ങാൻ വരെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് അവൻ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരില്ലേ, നമ്മുടെ പുത്രന്മാർക്കൊക്കെ. ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും കാണിക്കണം. അപ്പോൾ അതാണ് പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് കാട്ടാൻ ശ്രമിച്ചത്. അപ്പോൾ കമൻറ്റിൽ പറയുക, ഓട്ടോ ഡ്രൈവർമാർ 50 രൂപ മിനിമം ചാർജ് ആക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 50 ആക്കി കൊടുക്കില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ.